അങ്ങനെ നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും വീണ്ടും കല്യാണം കഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ അവരുടെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് രണ്ടുപേരും താലി കെട്ടിയത്. ഇനി എന്തൊക്കെ കാണണം അല്ലേ. കുറച്ച് ദിവസങ്ങളായി ഈ മല്ലു ഫാമിലി ചുറ്റിപ്പറ്റി നടക്കുന്ന നാടകങ്ങളെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൊന്നൂസാണ് ഞങ്ങൾ പിരിയാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത്. പിന്നീട് സുജിനും ഇൻസ്റ്റാഗ്രാം വഴി തന്നെ ഈ വിവരം എല്ലാവരെയും അറിയിച്ചു. അങ്ങനെ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയാണ് ഈ വിവരം പുറത്തു വിടുന്നത്. അതെല്ലാവരും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നീട് ഇവർ പിരിയുന്നതിനെ കുറിച്ച് യൂട്യൂബിൽ പോസ്റ്റും വീഡിയോയും ഒക്കെ ഇട്ടെങ്കിലും ഇൻസ്റ്റയിൽ തന്നെയായിരുന്നു ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്തായാലും അങ്ങനെ ഇവർ തമ്മിൽ പിരിഞ്ഞു. പണ്ട് ഇവർ കുറെ പിരിയൽ നാടകമൊക്കെ കളിച്ചതും അത് നമ്മൾ പൊളിച്ചടിക്ക് കൈ കൊടുത്തതും ഒക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവല്ലോ അല്ലെ. പക്ഷെ ഇത്തവണ അവർ ശരിക്കും പിരിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ അടക്കമുള്ളവർ വിശ്വസിച്ചിരുന്നത്. സുജിനൊന്നും കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, വിശ്വസിച്ച് പോയി. അതാണ് എന്റെ തെറ്റ്. പണ്ടത്തെ പോലെ യൂട്യൂബിൽ റീച്ച് ഒന്നും ഇപ്പൊ സുജിന് വേണ്ട. അതുകൊണ്ട് തന്നെ റീച്ചിന് വേണ്ടിയുള്ള ഉടായ്പാവില്ല എന്ന് തന്നെയായിരുന്നു എനിക്ക് ആദ്യം തോന്നിയിരുന്നത്. എന്നാൽ പിരിഞ്ഞു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ പോസ്റ്റ് വന്നപ്പോഴാണ് എനിക്ക് ഉടായ്പ മണത്തത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തവണത്തെ പിരിയലും ഒന്നിക്കലും ഒക്കെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റീച്ച് ആക്കാനുള്ള നാടകത്തിന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നിയത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടിയും കൂടി സുജിൻ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ സുജിന് തിരിച്ച് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും നമുക്ക് സുജിന്റെ കല്യാണ വീഡിയോ നോക്കാം. എന്ന് പറയുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനും സുഖമായിട്ടിരിക്കണം, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ പോകണം. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ പോകണം. നമ്മളെപ്പോഴും അടിപൊളിയാണ്, വേറെ കുഴപ്പങ്ങളോ നമുക്ക് എപ്പോഴും ഉണ്ടാവാറില്ല. ഇന്ന് വേറെ നല്ല നേരം ഒരു എനിക്ക് പറയുമ്പോൾ തന്നെ ശരിയാണ്. പക്ഷെ ഒന്നുമില്ല, ഇന്ന് ഞാൻ ഒരു നല്ലൊരു ദിവസമാണ്. അപ്പൊ ഒരു വീഡിയോ എടുത്ത് തുടങ്ങാന്ന് വിചാരിച്ചു. എന്താ സുജിനെ പതിവില്ലാതെ ചന്ദനക്കുറി എന്ന് വിചാരിക്കേണ്ട, വേറൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഗുരുവായൂർ അമ്പലത്തിലാണ്, വേറൊന്നുമില്ല. ഞാന് നിങ്ങള് തമ്പലേന് കണ്ട പോലെ തന്നെ പൊന്നൂസിനെ ഒന്നും കൂടി കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. അല്ല ശാക്കറേ? ഓക്കെ വലിയ ആഘോഷമായിട്ട് പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചില ട്രോൾ ചെയ്യുന്ന ആൾക്കാർ അത് കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യാണ്, നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാന്നൊക്കെ പറയും. കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ആക്കണില്ല എന്നുള്ളത്. ചെറുതായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഓക്കെ, ഇനി പൈസ ഉണ്ടാക്കാൻ യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്യണമെന്ന് ആരാണ് സുജിനെ പറഞ്ഞത്? യൂട്യൂബിനേക്കാളും സാധ്യത ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിനാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിന്റെ ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരു ബിസിനസ്സുകാരൻ ആവശ്യം യൂട്യൂബിലുള്ള റീച്ചിനേക്കാളും ഇൻസ്റ്റാഗ്രാമിലുള്ള റീച്ച് തന്നെയാണ്. നിനക്ക് മാത്രമല്ല, പൊന്നൂസിനും അങ്ങനെ തന്നെ. പൊന്നൂസ് ഇഷാന ഡിസൈൻസ് എന്ന പേരിൽ പുതിയൊരു ഓൺലൈൻ ജ്വല്ലറി ബ്രാൻഡ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഇവര് പിരിയുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ ജ്വല്ലറി ബ്രാൻഡും അതിന് ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ പൊന്നൂസ് തുടങ്ങിയത്. ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര സാഡ് പോസ്റ്റ് ഒക്കെ ഇട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഇഷാന ഡിസൈൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആഭരണ പരസ്യ വീഡിയോയുമായി പൊന്നൂസ് രംഗപ്രവേശനം ചെയ്യുന്നത്. നല്ല ചിരിച്ച് കളിച്ച് ഉന്മേഷവതിയായിട്ടാണ് അന്ന് പൊന്നൂസ് ആ വീഡിയോ ചെയ്തത്. ഭർത്താവുമായി പിരിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്ന് ഓർക്കണം. അങ്ങനെ ആ സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നല്ല എൻഗേജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ പിരിഞ്ഞു എന്നുള്ള വാർത്ത എയറിലുണ്ടല്ലോ. സോ പുതിയ എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആളുകൾ ഇവരുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യും. എന്നിട്ട് റീസെന്റ് വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും. എന്തായാലും ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെയുള്ള ചില കളികൾ നടക്കുകയും അതിന്റെ കൂടെ ഞങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണെന്നുള്ള അനൗൺസ്മെന്റ് വരികയും ചെയ്തതോടെയാണ് ഈ പിരിയലും പണ്ടത്തെ പോലൊരു നാടകമാണെന്നുള്ള ഡൗട്ട് എനിക്ക് അടിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തവണത്തെ പിരിയൽ യൂട്യൂബിന്റെ റീച്ചിന് വേണ്ടിയുള്ള നാടകമല്ല, ജെന്യുവിൻ ആണെന്ന് തെളിയിക്കാൻ സുജിന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തു എന്നും വെച്ച് ഇൻസ്റ്റാഗ്രാം പൈസ ഒന്നും തരില്ലല്ലോ എന്നും സുജിൻ പറയുന്നത്. ഈ വീഡിയോയിൽ തന്നെ വീണ്ടും ഈ കാര്യം സുജിൻ എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം സുജിന്റെ ഈ വാദങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ തന്നെ പറയാം. ഈ പരിപാടി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിരുന്നു. പിന്നെ എന്തായാലും ഞാൻ വീഡിയോസ് ഇടുന്നു വിചാരിച്ചായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ പാടായി പോയി. ഞാൻ വ്ളോഗ് സത്യം പറഞ്ഞാൽ ഇടാറില്ല. അതായത് കറക്റ്റ് ഇപ്പോൾ നമ്മളെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ട്രോൾ നടക്കുന്നുണ്ട്. എന്ത് ഞാനെന്തോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ സംഗതി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറുതായിട്ട് കുറച്ച് ബുദ്ധിയുള്ള ഒരാൾ നേരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് ഇട്ടാലോ ഫോട്ടോസ് ഇട്ടാലോ പൈസ കിട്ടില്ല. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കണം. നമുക്കൊരിക്കലും പൈസ കിട്ടില്ല. നമുക്ക് യൂട്യൂബിൽ അതുപോലെ തന്നെ FB യിലൊക്കെ വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പേയ്മെന്റ് കിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കുഴപ്പമില്ല, എനിക്ക് ആൾക്കാർ വീഡിയോ ചെയ്യുന്നതുകൊണ്ടൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്കില്ല. പിന്നെ നിങ്ങൾ ചെറുതായിട്ട് വേറെ കാര്യം ആലോചിച്ച് നോക്കുക. നമ്മൾ ദൈവത്തിനൊക്കെ വെച്ചിട്ട് നമ്മൾ കുട്ടികൾ കളിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇടത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഓക്കെ, അത് തീർന്നു. പിന്നെ നമ്മൾ
ഇത് ഞാൻ പറയില്ല, ഇത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാം, അല്ലാത്ത ആൾക്കാർക്ക് വിശ്വസിക്കാൻ കേട്ടോ, എനിക്കൊരു നിർബന്ധമില്ല. നമ്മളിതിലൊരു രണ്ടാം കല്യാണത്തിന്റെ ഒരു സംഗതി ഉണ്ട്, ഇന്റെ ഇതില് അമ്മ എന്റെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറയില്ല, എനിക്കറിയില്ല, ഇങ്ങനെ ഈ ജോത്സ്യം എന്നൊക്കെ പറയില്ലേ, അപ്പൊ അവരങ്ങനെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അമ്മ പറഞ്ഞു അവളിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ തന്നെ എന്നാല് അതായത് ഗുരുവായൂരിൽ നിന്ന് താലി കെട്ടിയിട്ട് എന്നാല് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ എന്നമ്മ അറിയില്ല, നമുക്ക് അമ്മ പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തേക്ക് നമുക്ക് അറിയില്ല. അപ്പൊ അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാന്നിങ്ങനെ പറഞ്ഞു. പിന്നെ കുഞ്ഞോളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു കേട്ടോ നമുക്കൊന്ന് ചെറുതായിട്ടൊരു താല്പര്യം, നമ്മള് വലിയ എനിക്ക് നിങ്ങൾ മനസ്സിലാക്കണം, ശരിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നേരെ ശ്രദ്ധിച്ചു നോക്കി. എനിക്കിതൊരു ആഘോഷമായിട്ട് നടത്തിയിട്ട് എനിക്ക് കണ്ടന്റ് ആക്കാം അല്ലേ? എത്ര വീഡിയോസ് നമുക്ക് പോസ്റ്റ് ആക്കാം? നിങ്ങൾക്ക് മുന്നേ ഫോളോയിങ് ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ ഇവമ്മോളുടെ ബർത്ത്ഡേ, കുഞ്ഞോളെ കല്യാണം, നമ്മളിതിന് മുന്നേ കല്യാണങ്ങളൊക്കെ വീഡിയോ വെരി എടുത്താണ്. ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ താലി എടുത്തു. ശരിക്കും ആ താലി എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ എനിക്ക് വേണമെങ്കിൽ കണ്ടന്റ് ആക്കാം. ഞാൻ ഗുരുവായൂർക്ക് പോകുന്നത് എനിക്ക് കണ്ടന്റ് ആക്കാം. എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് കണ്ടന്റ് ആക്കാൻ പറ്റും. പക്ഷെ അതും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളിത് ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്ത ഒരു വ്ളോഗ് എടുത്ത് ഇന്ന് ഈ വീഡിയോ ഇവിടെ സംസാരിക്കും, ഞാൻ വീഡിയോ ഇടില്ല. കാരണം ഇതിന് മുന്നേ ഞാൻ എത്ര ഇവിടെ മാറ്റേണ്ടത്, നമ്മൾ യൂട്യൂബിൽ നിന്ന് അല്ല ഇപ്പൊ നമ്മളൊരു വരുമാനം മാർഗം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അല്ല. ഓക്കെ, അപ്പൊ വീണ്ടും അത് തന്നെയാണ് സുജിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് പൈസ തരും, ഇൻസ്റ്റാഗ്രാം പൈസ തരില്ല. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഇത്തവണ വീഡിയോ ഇട്ടിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് എല്ലാവരും റീച്ചിന് വേണ്ടിയാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നത് എന്നാണ് സുജിൻ ചോദിക്കുന്നത്. ഓക്കെ, സുജിൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസേഷൻ ഇല്ല. അതായത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തെന്ന് വെച്ച് യൂട്യൂബുകാർ പൈസ തരുന്ന പോലെ അവർ പൈസ തരില്ല. പക്ഷെ നേരിട്ട് പൈസ തന്നില്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക്. ബിസിനസ് ചെയ്യുന്നവർ സ്വന്തം ബ്രാൻഡ് വളർത്താൻ വേണ്ടി ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആണെന്ന് ഓർക്കണം. ഈ ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്ന വലിയ ഗിവ് വേകളും മണി ചാലഞ്ചുകളും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ്? ബിസിനസ്സുകാരാണ്. ഒന്നും വേണ്ട, ഉപയോഗിക്കുന്ന മണി ചാലഞ്ച് വഴി മൈജിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എത്ര അധികം ഫോളോവേഴ്സ് ആണ് ഉണ്ടായതെന്ന് അറിയോ? അതുപോലെ തന്നെ ജോജു തമ്പി നടത്തുന്ന ഗിവ് വേകൾ ലക്ഷങ്ങളാണ് ഗിവ് ആയി കൊടുക്കുന്നത്. അതുപോലെ ആഡംബര കാറുകൾ ഗിവ് നൽകുന്നു, ഐഫോണുകൾ നൽകുന്നു. ഇതൊന്നും ഉബൈദും ജോജി തമ്പിയും അവരുടെ പോക്കറ്റിൽ നിന്നും എടുത്തു കൊടുക്കുന്നതല്ല, പല ബിസിനസ്സുകാർ സ്പോൺസർ ചെയ്യുന്നതാണ്. ആരെങ്കിലും ഇങ്ങനെ പൈസ പൊടിച്ച് ഗിവ് വേകൾ നൽകുമോ? ഇല്ലല്ലോ. ലാഭം കാണാതെ ഒരു ബിസിനസ്സുകാരനും ഇങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ താങ്കളുടെ അക്കൗണ്ട് റീച്ച് ആക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് ഗിവ് വേകളിൽ സ്പോൺസറുടെ പേജ് ഫോളോ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഈ വീഡിയോ 5 കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. ജോജി തമ്പി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ ലക്ഷക്കണക്കിന് കമന്റുകളും ഷെയറുകളുമാണ് വരുന്നത്, അത്രയും ഫോളോവേഴ്സും വരും. അതോടെ ആരാണ് ഗിവ് സ്പോൺസർ ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടിൽ എൻഗേജ്മെന്റ് വളരെയധികം കൂടും, കൂടുതൽ ആളുകളിലേക്ക് അക്കൗണ്ട് റീച്ച് ആവും. അത് അവരുടെ ബിസിനസിനെ പോസിറ്റീവായിട്ട് സഹായിക്കും. ഇന്നത്തെ കാലത്ത് ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പ് ആ ബ്രാൻഡിന്റെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്ന കാര്യം കൂടി ആളുകൾ ചെക്ക് ചെയ്യും. 5000 ഫോളോവേഴ്സ് ഉള്ള ബ്രാൻഡിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും ആൾക്കാർക്ക് ഇഷ്ടം 5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ബ്രാൻഡിൽ നിന്ന് വാങ്ങാനായിരിക്കും. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയിപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും, ഇപ്പം പറഞ്ഞ കാര്യങ്ങളും മല്ലു ഫാമിലിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ചോദ്യം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് സുജിനും പൊന്നൂസും രണ്ടാളും ഇപ്പൊ ബിസിനസ്സുകാരാണ്. സുജിന് സെക്കൻഡ് ഹാൻഡ് കാറിന്റെ സെയിൽസ് ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോ എന്തോ പെർഫ്യൂമിന്റെ കച്ചവടവും ഉണ്ടെന്ന് തോന്നുന്നു. പൊന്നൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ ഓൺലൈൻ ജ്വല്ലറി ബ്രാൻഡും തുടങ്ങി. ജ്വല്ലറി ബ്രാൻഡുകൾ ഓൺലൈനിൽ ഇഷ്ടം പോലെ ഉണ്ട്. പല പെൺകുട്ടികളും ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും വലിയ റീച്ചോ കച്ചവടമോ ഒന്നും ഇല്ല. പക്ഷെ കുറച്ച് ഫേമസ് ആയ ആളുകളാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ കഥ മാറും. നല്ല കച്ചവടം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ദിയ കൃഷ്ണന്റെ കാര്യം മാത്രം അറിയാലോ. ഓൺലൈൻ ജ്വല്ലറി ഷോപ്പിൽ നിന്ന് മാത്രം ദിയ ഉണ്ടാക്കുന്ന വരുമാനം കേട്ട് കണ്ണ് തള്ളിയവരാണ് നമ്മളെല്ലാവരും. പണ്ട് ദിയയെ ജോലിക്കാർ പറ്റിച്ച സമയത്താണ് ആഭരണം വിറ്റ് ദിയ ഉണ്ടാക്കുന്ന പൈസയുടെ കണക്ക് നമ്മളെല്ലാവരും അറിയുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ മാസവും ദിയ ഉണ്ടാക്കിയിരുന്നത്. ഈ ഫാൻസി ആഭരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷെ പലരും ഇത് വാങ്ങിയ വിലയേക്കാളും 10-20 ഇരട്ടി കൂട്ടിയിട്ടാണ് ഇത് വിൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ പൊന്നൂസിന്റെ പുതിയ ബ്രാൻഡിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് റീച്ച് ആക്കാൻ വേണ്ടിയും കൂടിയാണ് പൊന്നൂസും സുജിനും കൂടി ഈ പീരിയൽ നാടകം കളിച്ചത് എന്നുള്ളതാണ്. അതായത് ഇത്തവണ പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാം വഴി വന്നത് യാദൃശ്ചികമൊന്നുമല്ല, എല്ലാം പ്ലാൻഡ് ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആക്ച്വലി ഒരു രണ്ടാം കല്യാണം കഴിക്കണം എന്നുള്ളത് പണ്ടേ ഉള്ള ഇവരുടെ ഒരു പ്ലാൻ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, സുജിൻ തന്നെ പറഞ്ഞതാണ്, കേട്ടോക്കാം. ഞാൻ പറഞ്ഞില്ല, ഇത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാം, അല്ലാത്ത ആൾക്കാർക്ക് വിശ്വസിക്കാൻ കേട്ടോ, എനിക്കൊരു നിർബന്ധമില്ല. നമ്മളിതിലൊരു രണ്ടാം കല്യാണത്തിന്റെ ഒരു സംഗതി ഉണ്ട്, ഇന്റെ ഇതില് അമ്മ എന്റെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറയില്ല, എനിക്കറിയില്ല, ഇങ്ങനെ ഈ ജോത്സ്യം എന്നൊക്കെ പറയില്ലേ, അപ്പൊ അവരങ്ങനെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അമ്മ പറഞ്ഞു അവളിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ തന്നെ എന്നാല് അതായത് ഗുരുവായൂരിൽ നിന്ന് താലി കെട്ടിയിട്ട് എന്നാല് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മ ഞാൻ കേട്ടല്ലോ. അപ്പൊ എന്തായാലും രണ്ടാം കല്യാണം കഴിക്കാൻ പോവാണ്, എന്നാ പിന്നെ ഒരു നാടകം കൂടി കളിച്ചേക്കാം എന്നതായിരുന്നു സുജിന്റെയും പൊന്നൂസിന്റെയും പ്ലാൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചുരുക്കി പറഞ്ഞാണെങ്കിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തൊരു നാടകമാണ് ഇവിടെ നടന്നത്. സുജിനും പൊന്നൂസും കൂടി സകലരെയും പറ്റിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഇവരുടെ ബുദ്ധിയൊക്കെങ്ങൾ ബുദ്ധി എന്നല്ല
കുബുദ്ധി എന്നാണ് വിളിക്കേണ്ടത്. ഇത് റീച്ചിന് വേണ്ടി ചെയ്യുന്നതല്ല എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. ഇത്തവണ അധികം യൂട്യൂബ് വീഡിയോകൾ പോലും രണ്ടുപേരും ചെയ്തില്ല. ഇനി ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം റീച്ച് ആക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്തതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വഴി പൈസ കിട്ടില്ലല്ലോ എന്നും പറഞ്ഞു ആ വാദത്തെ പൊളിക്കാമെന്നായിരുന്നു സുജിന്റെ പ്ലാൻ. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കിയാലുള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ ഒരൊറ്റ പിരിയൽ നാടകം കൊണ്ട് തന്നെ പൊന്നൂസിന്റെ ജ്വല്ലറി ബ്രാൻഡിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മില്യൺ കണക്കിന് വ്യൂസ് ആണ് വന്നത്. അതുപോലെ ഇഷ്ടംപോലെ പ്രൊഫൈൽ വിസിറ്റ്, ഫോളോവേഴ്സ്, അങ്ങനെ അക്കൗണ്ടിന് എൻഗേജ്മെന്റ് കൂടിയതോടെ ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം എന്താക്കി കൂടുതൽ പേരിലേക്ക് ഈ അക്കൗണ്ട് റീച്ച് ആക്കി കൊടുക്കുകയും ചെയ്തു. എന്തായാലും രണ്ടാം കല്യാണം കഴിക്കാൻ പോവാണ്. എന്നാ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി നടക്കട്ടെ എന്ന് സുജിനും പൊന്നൂസും തീരുമാനിച്ചു. രണ്ടുപേരും ചേർന്ന് എല്ലാവരും നല്ല വൃത്തിക്ക് പറ്റിച്ചു. അതാണ് ഉണ്ടായത്. എന്തായാലും റീച്ചിന് വേണ്ടിയാണ് എന്നുള്ള വാദം കൂടി ഇനി ഈ വഴിക്ക് വന്നേക്കരുത്. അത്ര എനിക്ക് സുജിനോട് പറയാനുള്ളൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.